അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നൂന തൗക്കീദി, നൂന തൗക്കീദി, തൗക്കീദിന്റെ രണ്ട് നൂനുകൾ, തൗക്കീദിന്റെ രണ്ട് നൂനുകൾ. നൂനാ എന്ന് വായിക്കരുത്, നൂന തൗക്കീദി സൈലന്റ് ആണത്. നൂനാനി എന്നുണ്ടാവും, ആ നൂനിനെ കളഞ്ഞതാണ്. അത് ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് തസ്നിയന്റെയും ജമ്മിന്റെയും ഒക്കെ നൂനിനെ കളയും ഇലാഫത്ത് ചെയ്യുമ്പോൾ. അപ്പൊ തൗക്കീദി, തൗക്കീദിന്റെ ഇല്ല, പറ്റൂല. നൂനൈനിന്നും പറ്റൂല. നൂനൈന്ന് പറയാം, നൂനൈ തൗക്കീദി എന്ന് പറയാം, നൂനൈ തൗക്കീദി എന്ന് പറയാം. പക്ഷെ അതിനെന്ത് വേണം? ഇതിന് നെസ്ബും ജെറും കിട്ടിയ അത് ആമിൽ വേണം, കൊടുത്ത ആമിൽ വേണം. ഇവിടെ ഇപ്പം നമ്മൾ നൂന എന്ന് വായിക്കാൻ കാരണം ഹാദാ നൂന തൗക്കീദി, തൗക്കീദിന് രണ്ട് നൂനുകളാണ്. അപ്പം ഈ ഖബറായിട്ടാണ്, അത് അലിഫുണ്ട റഫ്. നൂന എന്നുള്ളിടത്ത് അലിഫുണ്ട റഫ്. ആ തൗക്കീദുകൾ മുദാഫിലേഹി. അപ്പോൾ തൗക്കീദ്, തൗക്കീദാക്കുന്ന രണ്ട് നൂനുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇഫ്തഅലയുടെ ഫാഫീന്റെ വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞു. തഫഅല, തഫഅല, തഫഅലല, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക നിയമം പറഞ്ഞു. ഇനി പറയുന്നത് തൗക്കീദിന്റെ നൂനുകളെ കുറിച്ചാണ്. നോക്കാം. വയൽഹഖു الفعل غير الماضي والحال, ഹാലും മാളിയും അല്ലാത്ത ഫിഇലിനോട് ചേർന്ന് വരും. വയൽഹഖു ചേർന്ന് വരും. അൽ ഫിഇല ഫിഇലിനോട് ചേർന്ന് വരും. ഗൈറൽ മാളി വൽ ഹാലി, ഹാലും മാളിയും അല്ലാത്ത ഫിഇലിനോട് ചേർന്ന് വരും. എന്ത് ചേർന്ന് വരും? നൂനാനിലി തഅക്കീദി, തഅക്കീദിന്റെ, തഅക്കീദിനിക്കുള്ള രണ്ട് നൂനുകൾ, തഅക്കീദിനിക്കുള്ള രണ്ട് നൂനുകൾ ചേർന്ന് വരും. ഇവിടെ നമ്മൾ നൂനാനി എന്നുണ്ട് കേട്ടോ, അത് ഇലാഫത്തല്ല. നൂനാനി എന്നുള്ള ഇലാഫത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നൂന അവിടെ വന്ന്. ലി തഅക്കീദി എന്നുള്ളൊരു ജാറ് മജ്റൂറാണ്. അപ്പോൾ തഅക്കീദിനിക്കുള്ള രണ്ട് നൂനുകൾ മാലിയും ഹാലും അല്ലാത്ത ഫീലിനോട് ചേർന്ന് വരും. മാലിയും ഹാലും അല്ലാത്ത ഫീൽ എന്ന് പറഞ്ഞാൽ മുസ്തഖ്ബില്, അംറ്, നഹി, ഇതിനോടൊക്കെ ചേർന്ന് വരും. ഏതൊക്കെയാണ് രണ്ട് നൂനുകള്? ഖഫീഫത്തുൻ സാക്കിനത്തുൻ വസഖീലത്തുൻ മഫ്തൂഹത്തുൻ. ഖഫീഫ, ഒന്ന് ഖഫീഫയായ നൂന്, സാക്കിനത്തുൻ സുക്കൂനുള്ള ഖഫീഫയായ, നേരിയ, നേർപ്പിച്ച, ശബ്ദില്ലാത്ത എന്നൊക്കെ അർത്ഥം നൂന്. മറ്റോടത്തോ രണ്ടാമത്തേത് ഏതാ? സഖീലത്തുൻ മഫ്തൂഹത്തുൻ, ഫത്ഹ് വെക്കപ്പെട്ടതായ സക്കീലയായ നൂന്, കട്ടിയുള്ള നൂന്. ന ലയഫ്അലന്ന. അപ്പൊ എല്ലാ സ്ഥലത്തും ഫത്ഹ് അല്ലത്, ചില സ്ഥലത്ത് കസ്റാണ്. അത് അതിനെക്കുറിച്ച് ഇനി പറഞ്ഞു. ഇല്ലാ ഫീമ, ഒന്നിലൊഴികെ ഫത്ഹ് ആക്കപ്പെട്ടത്. എങ്ങനത്തെ ഒന്നാണ്? തഖ്തസു, ആ ഒന്ന് പ്രത്യേക, സക്കീലാന്റെ നൂന് പ്രത്യേകമാവും ബിഹി, ആ ഒന്നുകൊണ്ട്. സക്കീലാന്റെ നൂന് മാത്രം പ്രത്യേകമായിട്ട് വരുന്ന, അതായത് ഖഫീഫാന്റെ നൂന് വരാത്ത, ഖഫീഫയായ നൂന് വരാതെ സക്കീലയായ നൂന് മാത്രം വരുന്ന ചില പദങ്ങളിൽ ഒഴികെ ഫത്ഹ് ആക്കപ്പെട്ടത്. അതേതാ? സക്കീലയായ നൂന് മാത്രം വരുന്നത്. വഹുവ ഫിഇലുൽ ഇസ്നൈനി, ഇസ്നൈനിയുടെ ഫീലാണ് തസ്നിയ. തസ്നിയയിൽ ഏത് വരില്ലല്ലോ? ഖഫീഫയായ നൂന് വരില്ലല്ലോ. അതുപോലെ ജമാഅത്തുൻ നിസായി, ജംഉ മുഅന്നസ് ആണ്, ജംഉ മുഅന്നസ്. ഫഹിയ, അത് മക്സൂറത്തുൻ ഫീഹിമ അബദൻ, ഇത് രണ്ടിലും, തസ്നിയയിലും ജംഉ മുഅന്നസിലും കസ്ർ വെക്കപ്പെട്ടതായിരിക്കും. തസ്നിയയിലും ജംഉ മുഅന്നസിലും. നോക്ക് നിങ്ങൾ, ലയഫ്അലന്ന, ലയഫ്അലാനി, കണ്ടോ? അവിടെ കസ്റാണ്. ലയഫ്അലുന്ന, അവിടെ ഫത്ഹാണ്. കാരണം അവിടെയും ഏത് വരും? ഖഫീഫയായ നൂന് വരും. ലയഫ്അലൻ, ലയഫ്അലുൻ, അവിടെ രണ്ടിടത്തും എന്ത്? ഖഫീഫയായ നൂന് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് സക്കീലായ നൂന് വരുമ്പോൾ അപ്പോഴും ഫത്ഹാണ് വരിക.
ഇനി ഹഫീഫയായ നൂന് വരാതെ സക്കീലയായ നൂന് മാത്രം പ്രത്യേകമായി വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. തസ്നിയ, ജംഉ മുഅന്നസ്. ആ സ്ഥലത്ത് ഈ നൂന് സക്കീലയായ നൂനിക്ക് കസ്റായിരിക്കും. ലയഫ് അലന്ന, ലയഫ് അലാന്നി, കസ്റാണ്. ലയഫ് അലുന്ന, ലതഫ് അലന്ന, ലതഫ് അലാന്നി, ലയഫ് അൽനാനി, ലയഫ് അൽനാനി ജംഉ മുഅന്നസ്. ലതഫ് അലന്ന, ലതഫ് അലാന്നി, ലതഫ് അലുന്ന, ലതഫ്അലിന്ന, ലതഫ്അലാന്നി. കണ്ടോ? ലതഫ്അൽനാന്നി, ലഅഫ്അലന്ന, ലനഫ്അലന്ന. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? റാഫിക്ക ചുരുക്കി പറയാം. തൗക്കീദിനിക്ക് രണ്ട് നൂനുകളുണ്ട്. അത് മനസ്സിലായില്ലേ? ഖഫീഫയായ നൂനും തഖീലയായ നൂനും. ഈ അത് പറയും. ഈ സഖീലയായ നൂന് എന്ന് പറഞ്ഞാൽ ഖഫീഫയായ നൂന് എന്നുള്ള രണ്ടും തൗക്കീദിനിക്ക് വരുന്നതാണ്. ഖഫീഫയായ നൂന് സുക്കൂനായിരിക്കും എപ്പോഴും. ഖഫീഫയായ നൂന് സുക്കൂനായിരിക്കും. എന്നാൽ സക്കീലയായ നൂന് ഫതഹ് വെക്കപ്പെട്ടതുമാകും കസ്ർ വെക്കപ്പെട്ടതുമാകും. എവിടെയാണ് ഫതഹ് വെക്കപ്പെട്ടതാവുക, എവിടെയാണ് കസ്ർ വെക്കപ്പെട്ടതാവുക? അതപ്പോൾ പറഞ്ഞു. കസ്ർ വെക്കപ്പെട്ടതാകുന്നത് ഹഫീഫയായ നൂന് വരാത്ത സ്ഥലങ്ങളിലാണ്. ഹഫീഫയായ നൂന് അവിടെ വരില്ല. ഫതഹ് വെക്കപ്പെട്ടതാവൽ എവിടെയാണ്? ഹഫീഫയായ നൂന് വരുന്ന സ്ഥലങ്ങളിലാണ്. ഉദാഹരണം ലയഫ് അലന്ന, അതായത് യഫ് അലു എന്നാണല്ലോ, അത് മുലാരി യഫ് അലു എന്നാണ്. അതിന് അല്ല, വരുന്നോടത്തും വരുവേ. ഹഫീഫയായ നൂന് വരുന്ന സ്ഥലങ്ങളിലും ഏത് വരും? സക്കീലയായ നൂന് വരും. അതാ പറയാം. അതെ, രണ്ട് നൂനും തൗക്കീദിനുള്ളതാണ്. രണ്ട് നൂനും തൗക്കീദിനാണ്. അല്ല, ഒരേ ഫലമല്ല. സക്കീലക്ക് ഒന്ന് സ്ട്രോങ് അർത്ഥം കിട്ടും. സക്കീലയാകുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള അർത്ഥമായിരിക്കും. ഖഫീഫയാകുമ്പോൾ അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ലയഫ് അലൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ പ്രവർത്തിക്കും. അത് ഖഫീഫയാണ്. ഇനി ലയഫ് അലന്ന എന്ന് പറയുമ്പോൾ സക്കീലയാണ്. രണ്ടും ഒരേ സമയം വരില്ല. മുണ്ടിയാലും തല്ലും മുണ്ടിയില്ലെങ്കിലും തല്ലും എന്ന് പറഞ്ഞ പോലെ. അല്ല, അവിടെ കൺഫ്യൂഷൻ ആയതാണ്. അതായത് ഖഫീഫയായ നൂന് വരുന്ന മുലാരി ആയ ഫീൽ ഉണ്ടല്ലോ, ഖഫീഫയായ നൂന് വരുന്ന മുലാരി ആയ ഫീല്. ഇപ്പൊ യഫ് അലു എന്നുള്ളതിൽ ഖഫീഫയായ നൂന് വരും. ആ സ്ഥലങ്ങളിൽ സക്കീലയായ നൂന് വരും. ആ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആ മുഫ്രദിൽ യഫ് അലു എന്നുള്ളിടത്ത് സക്കീലയായ നൂന് വരുമ്പോൾ ഫത്ഹായിരിക്കും. രണ്ടും പാടെ ഒരുമിച്ച് വരുന്നല്ല. യഫ് അലു എന്നുള്ളിടത്ത് രണ്ട് നൂനും വരും. സക്കീലയായതും വരും, ഖഫീഫയായതും വരും. ആ സ്ഥലങ്ങളിൽ ഫത്ഹായിരിക്കും സക്കീലയായ നൂനിക്ക്. ഇനി യഫ് അലാനി എന്നുള്ളിടത്ത് ഖഫീഫയായ നൂന് വരില്ല. യഫ് അലാനി എന്നുള്ളിടത്ത് ആ സ്ഥാനത്ത് സക്കീലയായ നൂന് വരും. പക്ഷെ അവിടെ ആ നൂനിക്ക് കസ്റായിരിക്കും. യഫ് അലാനി, ലയഫ് അലാനി. അതുപോലെ ജംഉ മുഅന്നസിലും ഖഫീഫയായ നൂന് വരൂല, ജംഉ മുഅന്നസിലും വരൂല. അവിടെയും സഖീലയായ നൂന് വരുമ്പോൾ കസ്റായിരിക്കും. ലയഫ്അൽനാനി, ലതഫ്അൽനാനി, ഇദ്ഹബ്നാനി. ഓക്കെ, ഡോക്ടർ സാഹിബ് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ പിരിച്ചെഴുതുമ്പോ ആദ്യത്തെ സുക്കൂൻ തന്നെയാണ്. പിരിച്ച് നമ്മൾ പറയാൻ പാടില്ല. ഇദ്ഗാം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഇദ്ഗാം ചെയ്തിട്ടേ പറയാവൂ. ഇദ്ഗാം അഴിക്കാൻ പാടില്ല.
ഇദ്ഗാം നിർബന്ധമുള്ള സ്ഥലമുണ്ട്, ഇദ്ഗാം ജായിസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ശേഷം പറയും ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ഫതഖൂലു നീ പറയും, ശ്രദ്ധിക്കോ, ഇദ്ഹബാനി ആണ്. ഇദ്ഹബാനി ഇവിടെ ഏത് വരില്ല, ഇദ്ഹബാൻ എന്ന് വരില്ല, ഇദ്ഹബാൻ എന്നുണ്ടാവില്ല, ഹഫീഫയായ നൂന് വരില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഹഫീഫയായ നൂന് വരാത്ത തസ്നിയയാകുന്ന ഈ ഇദ്ഹബാനി എന്നുള്ള പദത്തിന്റെ സ്ഥാനത്ത് സഖീലയായ നൂന് വന്നപ്പോൾ ഇദ്ഹബാനി കസ്റാക്കപ്പെട്ട നൂന വന്നത്. ലിൽ ഇസ്നൈനി അത് ദ്വിവചനത്തിനുള്ളതാണ്. വദ്ഹബ്നാനി ലിന്നിസ്ബത്തി അത് ജമു മുഅന്നസിനുള്ളതാണ്. കുറേ പെണ്ണുങ്ങൾ വരുമ്പോൾ ഇദ്ഹബ്നാനി. അപ്പൊ അവിടെ ഒരു സംശയം. ഫതുദ്ഖിലു നീ പ്രവേശിപ്പിച്ചു. ശരിക്ക് മറ്റോടത്തൊന്നും നമ്മൾ എന്തായിട്ടില്ല, പ്രവേശിപ്പിച്ചിട്ടില്ലല്ലോ. ലയഫ് അൽ നാനി എന്നുള്ളടത്ത് ഒരു അലിഫ് പ്രവേശിപ്പിച്ചു. ലയഫ് അൽ അന്ന എന്നുള്ളടത്ത് ലയഫ് അൽ അന്ന എന്ന് പറഞ്ഞില്ല, ഒരു അലിഫ് പ്രവേശിപ്പിച്ചില്ല. ഇവിടെ എന്ത് ചെയ്തു, ഒരു അലിഫ് പ്രവേശിപ്പിച്ചു. ശ്രദ്ധിക്കണേ. ഫതുദ്ഖിലു നീ പ്രവേശിപ്പിക്കും അലിഫൻ അലിഫിനെ ബഅദ നൂനി ജമാഅത്തിൽ മുഅന്നസ് ജംഉ മുഅന്നസിന്റെ നൂനിന് ശേഷം നീ ഒരു അലിഫിനെ പ്രവേശിപ്പിക്കും. അത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതഫ്സില ബൈനൻ നൂനാത്തി രണ്ട് നൂനുകൾക്കിടയിൽ വേർപിരിക്കാൻ വേണ്ടിയാണ്. രണ്ട് നൂൻ അവിടെ ഉണ്ട്, ഒന്ന് ജംഉ മുഅന്നസിന്റെ നൂനാണ്, ഒന്ന് സഖീലയായ നൂനാണ് എന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ് അവിടെ കൊടുത്തത്. ഏത് നൂനാണ് അവിടെ ഇതിന്റെ നൂന്? ഏത് നൂനാണ് ഇത്? നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? മൂന്ന് നൂനുകൾ അടുപ്പിച്ചു വരും അവിടെ. മൂന്ന് സൈസ് നൂനുകൾ എന്താകുന്നത് അടുപ്പിച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്കത് അങ്ങനെ ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്ന് ഫത്ഹാണ്, അത് അതിന്റെ ചേർന്ന് വന്നത് ഗസ്റാണെന്നുള്ള അങ്ങനെ വേർതിരിക്കാം. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഈ രണ്ട് ഒരേ സെയിം ലെറ്ററുകൾ രണ്ടെണ്ണത്തിൽ കൂടുതൽ എവിടെയും വരില്ല. ഏതെടുത്ത് പരിശോധിച്ചാലും രണ്ടെണ്ണത്തിൽ കൂടുതൽ എന്താവില്ല, വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു വേർപിരിച്ചു, ഒരു അലിഫ് കൊണ്ട് വേർപിരിച്ചു. അതുകൊണ്ട് വേർപിരിച്ചതാണ്. മനസ്സിലായില്ലേ ഡോക്ടർ സാഹിബ്? മനസ്സിലായില്ലേ? അപ്പോ എന്താണ് അത് രണ്ടിലും എന്താ പ്രവേശിക്കായിരുന്നത്? തസ്നിയയിലും ജംഉ മുഅന്നസിലും ഖഫീഫയായ നൂൻ എന്താ പ്രവേശിക്കാതിരുന്നത്? അതൊരു ചോദ്യമാണല്ലോ. അതിനമ്മ വലാ തദ്ഖുലു ഹുമാ ആ തസ്നിയയിലും ജംഉ മുഅന്നസിലും പ്രവേശിക്കൂല എന്ത്? അൽ ഖഫീഫത്തു ഖഫീഫയായ നൂന് പ്രവേശിച്ചില്ല. എന്താണ് അങ്ങനെ ഖഫീഫയായ നൂന് പ്രവേശിച്ചാൽ ഉണ്ടാകുക? ലിഅന്നഹു കാരണം യൽസമു ഉണ്ടായിത്തീരും ഇൽത്തിഖാഉ സാക്കിനൈനി രണ്ട് സുകൂനുകൾ ഒരുമിച്ച് കൂടൽ ഉണ്ടായിത്തീരും. അലാ ഗൈരി ഹദ്ദിഹി സംഭവിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത്. രണ്ട് സുക്കൂനുകൾ സംഭവിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അത് പുതിയ അറിവാട്ടോ. അപ്പൊ പുതിയത് പറയാം നമ്മൾ. രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വന്നാൽ ഒരു സുക്കൂനെ കളയണം എന്നാണ്. പക്ഷെ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരാം. അത് അനുവദനീയമായ സ്ഥലമുണ്ട്, അനുവദനീയമാവാത്ത സ്ഥലമുണ്ട്. ഇത് അനുവദനീയമാവാത്ത സ്ഥലമാണ്. ലയഫ് അലാൻ എന്ന് പറയുമ്പോൾ നോക്ക് നിങ്ങൾ, ലയഫ് അലു യഫ് അലാനി ആ തസ്നിയന്റെ നൂന് പറയേണ്ടത്. ലയഫ് അലാൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ അലിഫും ആ സുക്കൂനുള്ള നൂനും തമ്മിൽ ഇൽത്തിഖാഉ സാക്കിനൈനിയാവും. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടും. രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടൽ അനുവദനീയമാകുന്ന സ്ഥലത്ത് പെട്ടതല്ലത്. അതുകൊണ്ട് ഒന്നിനെ കളയണം. ഏതിനെ കളയാം? അലിഫിനെ കളഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. ഇത് ഏകവചനമാണോ ദ്വിവചനമാണോ? അലിഫിനെ കളഞ്ഞാൽ എന്താ പറയാ? ലയഫ് അലൻ എന്നാ പറയാം. ഇനി നൂനെ കളഞ്ഞാലോ ലയഫ് അലാ എന്നാ പറയാം. പിന്നെ നമ്മൾ നൂൻ എന്തിനാ കൊടുക്കുന്നത്? ഖഫീഫായ നൂൻ എന്തിനാ കൊടുക്കുന്നത്? കളയാണെങ്കിൽ അവിടെ അലിഫിനെ കളയാം. ആ അലിഫിനെ കളഞ്ഞ എന്താ ഉണ്ടാവുക? പിന്നെ ഏകവചനത്തോട് സാദൃശ്യമാകും.
എവിടെ? ആ, അലിഫ് സുക്കൂന. അലിഫ് അർക്കത്തില്ലല്ലോ. അലിഫിനെന്തില്ല, അർക്കത്തില്ലല്ലോ. മനസ്സിലല്ലേ അഫ്സല്, ഫാറൂഖ് ഭായ്, അതുപോലെ ആ, ഡോക്ടർ സാഹിബ്. അപ്പൊ ലയഫ് അലാൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ അവിടെ വേറൊരു ചോദ്യം. അപ്പോ രണ്ട് സുക്കൂനുള്ളത് എവിടെ വരാൻ പറ്റണത്? അതാ ഇനി പറയുന്നത്. ഫ ഇന്ന, തീർച്ചയായും, ഇൽത്തിഖാ സാക്കിനൈനി, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടൽ, ഇന്നമാ യജൂസു, തീർച്ചയായും അത് അനുവദനീയമാകും, ഇദാ കാനൽ അവ്വലു, ഒന്നാമത്തെ സുക്കൂൻ കേട്ടോ, ഒന്നാമത്തെ സുക്കൂന് ആയാൽ, ഒന്നാമത്തെ സുക്കൂനുള്ള അക്ഷരമായാൽ, ഹർഫ മദ്ദിൻ, മദ്ദക്ഷരമായാൽ. ഒന്നാമത്തത് മദ്ദക്ഷരാവണം. ഇവിടെ ലയഫ് അലാൻ എന്ന് പറഞ്ഞത് മദ്ദക്ഷരാണ്. പിന്നെ വസാനി, രണ്ടാമത്തത് മുദ്ഗമൻ, ഇദ്ഗാം ചെയ്യപ്പെട്ടതാവണം. രണ്ടാമത്തെ എന്താവണം? ഇദ്ഗാം ചെയ്യപ്പെട്ടതാവണം. രണ്ടാമത് വന്ന സുക്കൂൻ ഉണ്ടല്ലോ, ആ സുക്കൂനുള്ള അത് വേറൊന്നിൽ ചേർന്ന് വന്നതാണ്. ഉദാഹരണം നെഹ്വേതുപോലെ ദാബത്ത്, ദാബത്ത്. അവിടെ നോക്ക് നിങ്ങള്, ദാ അലിഫുണ്ട്, മദ്ദശരാണ്. ബത്ത് എന്നാണ്. ബത്ത് പറയുമ്പോൾ ബ് ബ, അതാണ് ബത്ത് എന്നായത്. അവിടെ രണ്ട് സുക്കൂനുണ്ട്. പക്ഷെ രണ്ടാമത്തെ സുക്കൂന് ഇദ്ഗാം ചെയ്യപ്പെട്ടതായതുകൊണ്ട് ആ രണ്ട് സുക്കൂനുകൾ ഒരേ സമയം വരാൻ അനുവദനീയമാണ്. തിരിഞ്ഞോ? മനസ്സിലായോ? അപ്പൊ ലയഫ് അലാനി കുഴപ്പമില്ല, രണ്ട് സുക്കൂനുണ്ട് അവിടെ. ലയഫ് അലാനി എന്ന് പറയുമ്പോൾ രണ്ട് സുക്കൂനുണ്ട്. പക്ഷെ അവിടെ ഒന്നാമത്തത് മദ്ദക്ഷരമാണ്, ഒരു സുക്കൂനുള്ളത്. മറ്റേത് ഇദ്ഗാം ചെയ്യപ്പെട്ടതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അത് അനുവദനീയാണ്, വരൽ അനുവദനീയാണ്. രണ്ട് സുക്കൂനുള്ളത് വരാൻ പറ്റൂല, അനുവദനീയമല്ലാത്തത് ഏതാണ്? ഈ ഘട്ടമല്ലാത്ത സ്ഥലത്താണ്. അപ്പൊ ഈ ഘട്ടമല്ലാത്ത ആസ്ഥാനത്തുള്ള ഒരു സ്ഥലത്താണ് നേരത്തെ പറഞ്ഞ ലയഫ് അലാൻ എന്ന് വരുന്നത്, ഖഫീഫാനൂന് വരുന്നത്. ഖഫീഫാനൂന് പറഞ്ഞാൽ ഇദ്ഗാം ചെയ്യപ്പെടാത്താണല്ലോ. അപ്പൊ പിന്നെ അത് ഇൽത്തിഖാഉ സാക്കിനൈനി വരൽ അനുവദനീയമാകുന്നത് അല്ല. ക്ലിയർ അല്ലേ റാഫിക? സാറ്, അഫ്സല്, ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വയുഹ്ദഫു, ദാബിബത്തുൻ എന്നാണ്. ആ, അസ്ല് അസ്ല് ദാബിബത്തുൻ എന്നാണ് വരിക. അസ്ല് അതിന്റെ, ഞാൻ പറയാം, അസ്ല് അതിന്റെ ദാബിബത്ത് എന്നാ വരിക. നമ്മള് ഇപ്പൊ ഏകദേശം എല്ലാ ഫീലുകളെ കുറിച്ചും എല്ലാ ഇസ്മുകളെ കുറിച്ചും ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. ഉദാഹരണം പറയാം. കതബ യക്തുബു കത്ബൻ ഫഹുവ കാതിബുൻ വകുതിബ യുക്തബു കത്ബൻ ഫഹുവ മക്തൂബുൻ അൽഅംറു മിൻഹു ഉക്തുബ് ലിയക്തുബ് ലിയുക്തബ് വന്നഹിയു ലാ തക്തുബ് ലാ യക്തുബ് ലാ യുക്തബ്. ഇതേ വസനിക്കാണ് അസ്ലം നിലക്ക് അങ്ങനെ എല്ലാം വരുള്ളൂ. അത് ഇല്ലത്തിന്റെ അക്ഷരമുള്ളതാവട്ടെ ഇദ്ഗാം ചെയ്തതാവട്ടെ എല്ലാം അങ്ങനെ വരുള്ളൂ. അപ്പൊ ദാബത്തുൻ എന്ന് പറഞ്ഞാല് ദബ്ബ ഇഴയുക, ദാബിബുൻ എന്നാണ് അസ്ല് വരിക. ഫാഇലുൻ, കതബ കാത്തിബുൻ എന്നല്ല വരിക. കതബ എന്താ വരിക? കാത്തിബുൻ എന്ന വരിക. അപ്പോൾ ദബ്ബ എന്ന ഫീലിന്റെ ഇസ്മു ഫാഇൽ ദാബിബുൻ എന്ന വരിക. ഇതൊരു താ കൂടി കൊടുത്തതാണ്, ദാബിബത്തുൻ. ഇതുപോലെ കാത്തിബത്തുൻ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ദാബിബത്തുൻ എന്നാണ് അസ്ല്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചാല്, ഒരേ രൂപത്തിലുള്ള രണ്ട് ഹർഫുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഒന്നാമത്തെ ഹർക്കത്തിനെ കളഞ്ഞു, ഒന്നാമത്തെ അക്ഷരം. അപ്പൊ ദാബി ബത്ത്, രണ്ട് ബാ, ഒന്നാമത്തെ ബായിന് കസ്റാണ്, ആ കസ്റിനെ കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമത്തേത് ഇദ്ഗാം ചെയ്തു. അപ്പൊ ദാബത്ത് എന്നായി. മനസ്സിലായോ? അത് നമ്മളിപ്പോ ഈ വരുന്ന
ഇപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പദം, അറബി പദം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണെന്ന് പറയാനുള്ള ഒരു കഴിവ് നമുക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇൽത്തിക്കാ, അത് മസ്തറാണ്. ഇൽത്തഖ യൽതഖി എന്നതിന്റെ ഇൽത്തിക്കാ. ഏതുപോലെ ഇജ്തിമാ. അപ്പൊ നമ്മൾ അതിന്റെ വസ്ന്, അത് ഏത് സ്ട്രക്ചറിലാണ് വരുന്നത്? ഇസ്മാണോ, ഫിയലാണോ, ഹർഫാണോ? ഇസ്മ പിന്നെ ഏത് രൂപത്തിലും വരാം, പേരല്ലേ. എന്നാലും ചില നമ്മുടെ ഇന്നത്തെ കാലത്തെ പേരിനെ കുറിച്ച് അല്ല പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെയൊക്കെ ഫാറൂഖ് നല്ല പേരാണ്, അത് ഫാഊൽ വസ്നിക്കാണ്. അഫ്ലൽ അത് ആ പേരാണ്, അഫ്ലൽ അതും അത് വരുന്ന പേര് തന്നെയാണ്, നമ്മളെ ഇതിൽ നിയമനുസരിച്ച് വരുന്ന പേരാണ്. അതുപോലെ നമ്മുടെ പേരുകളൊക്കെ, പഴയ പേരുകളൊക്കെ ഏകദേശം അങ്ങനെ തന്നെ. ജാബിർ, ഉനൈസ്, അനസ് എന്നുള്ളതിനെ ചെറുതാക്കിയതാണ് ഉനൈസ്. റാഫിർ, ഞാനുള്ളത് വലൈക്കും സലാം. ആ നൂഹ് എന്നല്ല, ആദ്യം നിങ്ങളെ പേര് പറയട്ടെ. അസീസ്, അബ്ദുൽ അസീസ്. അബ്ദു എന്നുള്ളത് മസ്തറാണ്, അസീസ് ഇസ്മു ഫായിലാണ്, ഫഈൽ വസ്നിക്കാണ്. ഇനി നൂഹ്. നൂഹ് എന്നുള്ളത് അറബി ഭാഷയിലുള്ള പേരല്ല, അനറബിയാണ്. അതുകൊണ്ടാണ് അത് അല്ലല്ല, അത് നഹാന്ന് വിരോധിച്ചു എന്നുള്ള നഹ എന്നുള്ളത് അത് ഹ ആണ്, ഹ അല്ല. അതാ ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. പിന്നെ നാഹ, നാഹ എന്നുള്ളത് എന്തുണ്ട്? കരയാന്ന് അർത്ഥമുണ്ട് നാഹ. അപ്പൊ ചിലർ പറഞ്ഞിട്ടുണ്ട് നൂഹ് എന്നുള്ളത് കുറേ കരഞ്ഞ പ്രവാചകരാണ്, ഇങ്ങനെ കുറേ പ്രബോധനം നടത്തിയല്ലോ, ഇവരാരും വിശ്വസിക്കാത്തതിന് ആകെ വിഷമം പിടിച്ച് കരഞ്ഞു, അതുകൊണ്ട് നൂഹ് എന്ന് അങ്ങനെ അറബിയിലേക്ക് വരുത്തി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്നത്തെ ഭാഷയിൽ സെമറ്റിക് ലാംഗ്വേജുകൾ അറബി മാത്രമല്ലല്ലോ, കുറേ ഭാഷകളുണ്ടല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ആളുകളാണ് പ്രവാചകന്മാരിൽ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാലിഹ് നബി അലൈഹിസ്സലാം, പിന്നെ ഷുഐബ് നബി അലൈഹിസ്സലാം, പിന്നെ അല്ലല്ല, ഇസ്മായിൽ നബി ഒന്നും അങ്ങനെയല്ല. പിന്നെ അല്ല, അതുമല്ല. ലൂത്ത് നബിയാണോ എനിക്കൊരു സംശയമുണ്ട്. ലൂത്ത് അല്ലെങ്കിൽ ഹൂദ് എന്നോ ഏതായാലും നോക്കിയിട്ട് പറ. ഈ 3 നബിമാരെ പേരെ അറബി പേരുള്ളൂ. ഈ 3 പ്ലസ് 1 ഉണ്ട്, അത് ഏതാണെന്ന് നോക്കിയിട്ട് പറയാം. ഹമ്മദ, ഹമ്മദ എന്നുള്ളതിന്റെ ഇസ്മുഫീലാണ് മുഹമ്മദ്. യഹ്യ, യഹ്യ, യെസ്, യഹ്യ. ഇനി പറയട്ടെ. മുഹമ്മദ്, നൂഹ് എന്നൊക്കെ പേരിടാം. അത് പ്രവാചകന്മാരെ, നബിമാരുടെ ബർക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പേരിടാം. ഇസ്മായിൽ, ഇസ്ഹാക്ക്, യാക്കൂബ് അതൊക്കെ അറബി അല്ലാത്ത ഭാഷയാണ്. അതുകൊണ്ടാണ് അത് മറ്റ് പേരുകളുമായിട്ട് വരുന്നത്. ഇസ്മായിൽ, ഇഷ്മേൽ എന്നല്ലേ ഒരു പറയാം. ഇവരെ ക്രിസ്ത്യാനികളുടെ പേര് കണ്ടിട്ടില്ലേ? പക്ഷെ ഇസ്മായിൽ നബിയെ കുറിച്ചാണ് കൂടുതൽ പേര് ഇടൂല, കാരണം ഓൽക്ക് ഇസ്ഹാക്ക് നബിയുമായിട്ടാണ് ബന്ധം. അതുകൊണ്ട് ഐസക് അവരങ്ങനെ പേരിടുന്നത്. എന്താണ് ഓല് പറയണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കാൻ വേണ്ടി പോയാലോ, അത് ഇസ്ഹാക്ക് നബിയാണെന്നാണ് ജൂതന്മാരും ഈ നസാറാക്കളൊക്കെ പറയുന്നത്. കാരണം ഇസ്ഹാക്ക് നബിയിലൂടെയാണ് ഓല നബിമാർ വന്നിട്ടുള്ളത്. ഇസ്മായിൽ നബിയിലൂടെയാണ് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇസ്മായിൽ നബിക്ക് പോലും വേണ്ട പ്രാധാന്യം കൊടുക്കില്ല. അപ്പോൾ ആ പേര്, ഇസ്മായിൽ എന്നുള്ള പേരിലൊന്നും നിങ്ങൾ വല്ലാണ്ട് പേര് കേട്ടിട്ടുണ്ടാവില്ല. ഐസക്ക്, ജേക്കബ്, യാക്കൂബ്, ജോസ്, യൂസുഫ്, യൂനുസ്, ജോൺ, അങ്ങനെയുള്ള പേരൊക്കെ ഉണ്ടല്ലേ. അതൊന്നും എന്താ യൂസുഫു, അതുകൊണ്ടാണ് അതിന് തൻവീൻ ഉണ്ടാവില്ല. അബ്രഹാം, ഇബ്രാഹിം നബിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്നുണ്ട്, അതിന് മുമ്പുള്ള നബിമാർക്കൊക്കെ പ്രാധാന്യം കൊടുക്കും. ആദം നബിക്ക് കൊടുക്കുന്നുണ്ട്, നൂഹ് നബിക്ക് കൊടുക്കുന്നുണ്ട്.
കോഡ്. അത് ഈ കോഡ് കോഡ് എന്ന് പറയില്ല നമ്മള്, പൊക്കിൾ കൊടിക്ക് പറയില്ല അല്ലേ? അക്കോർഡിംഗ് ടു, അക്കോർഡിംഗ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലേ, ഞാനതല്ല ചോദിച്ചേ. അത് ഈ ചിലപ്പോ ഈ അതിൽ ഒരു ഈ മീനിങ് കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുന്നു. ഈ ബന്ധമുണ്ട്, ഈ പൊക്കിൾ കൊടിക്ക് ബന്ധത്തിലുള്ള ഒരു പേരും കൂടി കോഡ് എന്ന് പറയല്ലോ, അതാ ചോദിച്ചു. ആ ഓർക്കോട്ടെ. അപ്പൊ ഇവർ ആ ആ ആ അതെ. ആ ഏതായാലും ആ ഉറപ്പല്ല, വഞ്ചിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, നബിതങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത ഉള്ളത് ജൂതന്മാർക്കായിരുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഈ നബിമാരൊക്കെ പേര് ഖുർആനിൽ പറയുമ്പോൾ തൻവീൻ ഉണ്ടാവില്ല, അങ്ങ് ശ്രദ്ധിച്ചിരിക്കണ? തൻവീൻ ഉണ്ട്. ഇബ്രാഹിമു, ഇത് ആദമു എന്നുള്ളതിനില്ല. ആ മുഹമ്മദ് നബി, പിന്നെ മുഹമ്മദ് എന്നുള്ളത് അറബി ഭാഷ ആയതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എന്തുണ്ട്, അറബിയിലായ തൻവീൻ വരും. ഇസ്മിന്റെ പ്രത്യേകതയാണല്ലോ, ഇസ്മിന്റെ പ്രത്യേകതയാണ് തൻവീൻ ഉണ്ടാവും, അല്ലെങ്കിൽ അലിഫ്ലാം ഉണ്ടാവും. തൻവീൻ സ്വീകരിക്കും, അലിഫ്ലാം ഉണ്ടാവും. അപ്പൊ അറബിയിലുള്ള ഇസ്മിനിക്ക് ആ പ്രത്യേകത ഉള്ളൂ. പ്രകാശൻ എന്നൊരാൾ പേര് വെച്ചു മലയാളത്തിൽ. അപ്പോൾ അതിന് അൽ പ്രകാശ് പറയില്ല, അലി പ്രകാശൻ, പ്രകാശൻ എന്ന് പറഞ്ഞാൽ അത് തൻവീനല്ല കേട്ടോ, അത് നൂനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പേര് എവിടെ പറഞ്ഞ്, എവിടേക്കപ്പോ അവിടെ പേർക്ക് എത്തിയത്? ആ അല്ല, ആ എല്ലാത്തിന്റെയും അസിൽ നമ്മൾ എടുക്കുന്നുണ്ട് എന്ന്. ഓക്കെ ഓക്കെ. എല്ലാത്തിന്റെയും അസിൽ എന്താകുന്നുണ്ട് നമ്മൾ നോക്കിയാൽ അറബിയിലെ ഇത് കിട്ടും എന്നുള്ളതിന് പറഞ്ഞാണ്. അപ്പൊ ദാബത്ത് എന്നുള്ളത് ദാബിബത്ത് എന്നാണ്, അത് ആ വസിന് ഒത്തു വന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാണ് അല്ലേ? അങ്ങനെ പോയതാ. എൻ്റെ അടുക്ക അസീസ്ക്ക് എന്താ ചോദിച്ചത്, പേരിടുന്ന എന്തോ പറ്റുമോ എന്ന് ചോദിച്ചെന്താ? ഒരു കുഴപ്പമില്ല. അത് കുറെ മഹത്വമുണ്ട്. നബിതങ്ങളിട്ട മകനിട്ട പേര് അറിയില്ല നിങ്ങൾ? ഇബ്രാഹിം എന്നാണ്. നബിതങ്ങൾ ഇബ്രാഹിം എന്ന് പേരിട്ടുണ്ടോ നബിതങ്ങൾക്ക്? നിങ്ങൾക്ക് എത്ര കുട്ടികളാ? 2 കുട്ടികളാ? ആൺകുട്ടികളാ? നാട്ടിക്ക് വരുന്നുണ്ടാ? എല്ലാം എളുപ്പമാക്കി തരട്ടെ, നമുക്ക്. അനിയന്റെ കല്യാണം എന്തായി? ആ അത് നമ്മള് നൂഹ എന്നല്ല, നൂറ എന്നല്ലേ പേര് വെക്കല് അല്ലേ? നൂഹ എന്ന് പേര് വെക്കലുണ്ടോ ഇറാനികൾക്കോ? ആ അവര് ഇപ്പം നൂഹ് നബിയുടെ ഒരു ഇതനുസരിച്ച് ചെയ്യാണെന്നറിയില്ല. ശരിക്കും അത് അറബി വൽക്കരിക്കുന്ന സമയത്ത് നല്ലൊരു അർത്ഥമല്ല, കരഞ്ഞിരിക്കണൊരു എന്നൊക്കെയാണ് അർത്ഥം വരിക. നമുക്കൊരു ഏകദേശം ഒരു അർത്ഥമൊക്കെ പറയല്ലോ. ഏ അപ്പോ പിന്നെ നമുക്ക് അറബി വൽക്കരിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ തോന്നുന്ന ഒരു പ്രത്യേക അർത്ഥമൊക്കെ ഉള്ളത്, അപ്പോൾ നമ്മൾ പേരിടുമ്പോഴൊക്കെ അതൊന്ന്
ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അറബിയിലുള്ള ഒരു ഇതനുസരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ മോഡൽ പേര് ഇഷ്ടമില്ലെങ്കിൽ അറബിയിലൊരു അർത്ഥം കിട്ടുന്ന ഒരു നല്ലൊരു പേര് നമ്മൾ കണ്ടു. എന്താ ആസിസ് ഖാൻ രണ്ട് കുട്ടികളുടെ പേരെന്താ? ആ ആ ഓക്കെ. വെറും ആയിഷ എന്നുള്ളൂ? ആ അൽഹംദുലില്ലാ, നല്ല പേരാ ആയിഷ. ആ ആ അൽഹംദുലില്ലാ. രണ്ട് പെൺകുട്ടികളുള്ള, മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായാൽ അവരെ നല്ല നിലക്ക് വളർത്തി പരിപാലിച്ച് ഒരു നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങളുടെ അടുക്കൽ നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബി എനിക്ക് രണ്ട് കുട്ടികളുള്ളൂ. ആ രണ്ട് കുട്ടികളും അങ്ങനെ തന്നെ. അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, ഒന്ന്, ഒരു കുട്ടിയുള്ളൂ, ഒരു പെൺകുട്ടിയുള്ളൂ. ഒരാൾക്കും അങ്ങനെ തന്നെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മക്കളെയൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ, നമ്മളെയും സാലിഹീങ്ങളാക്കട്ടെ. ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു ആൺകുട്ടികളെ കൊടുക്കട്ടെ, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് പെൺകുട്ടികളും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദ്വാരക്കാം. അപ്പോൾ നല്ല പേരിടുക, നല്ല പേര്. ഈ ഫത്ഹയും ഗസറും ഗമ്മും അല്ലാത്ത എകാരങ്ങളും ഇകാരങ്ങളൊക്കെ ഉള്ള പേരുകളൊക്കെ എന്താ വരിക? ഇതല്ല വരിക, വേറെ വരിക. അത് അറബി ഭാഷയല്ല വരിക. പിന്നെ നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു തർക്കീക്കാക്കേണ്ട ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഫത്ഹയെ ഒരു എ എന്നുള്ളതിലൊക്കെ പോകാം. ഉദാഹരണം പറഞ്ഞാൽ ചില അക്ഷരങ്ങളുണ്ടല്ലോ, കട്ടി കൂട്ടി പറയേണ്ട അക്ഷരങ്ങളുണ്ട്, കട്ടി കുറച്ച് പറയേണ്ട അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ആ എന്നുള്ളത് ആ എന്ന് പറയാൻ പാടില്ല ശരിക്ക് നിയമം അനുസരിച്ച്. ഒരു നമ്മൾ ആ ഒന്നും ഇങ്ങനെയല്ല, വായ എങ്ങനെ ആക്കണം, ഒന്നിങ്ങനെ എൽ ഒരു വായ ഒരു പരത്തി വെക്കണം. അത് ഒന്ന് ചെറിയ രൂപത്തിലാവും. അൽഹംദു, അൽഹംദു. പിന്നെ ഹംദു, ഹംദു എന്നുള്ളത് തന്നെ ഒരു ഒരു ചെറിയൊരു എകാരം സൗണ്ടിലാണ് പറയേണ്ടത്. അൽഹംദു, ദ ദി ദു, ആ ഒരു സ്ട്രോങ്ങില് ഹ എന്നുള്ള അക്ഷരത്തിനും പറയരുതെന്നാണ്. അത് നിയമമാണ് അറബി. അപ്പം ആ നിലക്കുള്ളൊരു എകാരം ഒക്കെ സൗണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോൾ മലയാളത്തിലുള്ള സ്വരാക്ഷരങ്ങളുള്ളതുപോലെ അ ആ ഇ ഈ ഉ ഊ ഇത് മാത്രമേ അറബിയിലുള്ളൂ. പിന്നെ എ എ ഐ ഒ ഓ ഔ അം എന്നുള്ള സംഗതികളൊന്നും അറബിയിലില്ല. അറബിയിൽ അത്തരം എന്തില്ല, സ്വരങ്ങളില്ല. അറബിയിൽ വൊവൽസ് ഏതേ ഉള്ളൂ, 3 ലോങ് വൊവലും മൂന്ന് ഷോർട്ട് വൊവലും. അത് ഒന്ന് അ എന്നുള്ളതും ആ എന്നുള്ള ലോങ്ങും ഈ എന്നുള്ളതും ഉ എന്നുള്ളതും. ഓക്കെ, അതങ്ങനെ. അപ്പോൾ ഇവിടെ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ പേര് ഇതിടുമ്പോഴും ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യങ്ങൾ പേരിടുന്ന സമയത്ത് അറബി വൽക്കരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളിങ്ങനെ മോഡേൺ പേരുകൾ ഓരോരുത്തരിങ്ങനെ വിളിച്ച് ചോദിക്കുക, അതെന്താണ് ഉസ്താദേ, അതെന്താണ്, അതൊക്കെ പിന്നെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ഒപ്പിച്ച് എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കുക അർത്ഥം. ചിലത് പേരിട്ടിട്ടാ കാരണം ചോദിക്കുക. ഇസ, ഇസ എന്നുള്ളൊരു പേര് വെച്ച് അത് അപ്പോൾ ഞാൻ പറഞ്ഞിടത്ത് ഇസ്സത്ത് എന്നാക്കിക്കളാ. അത് പറയുമ്പോൾ ഇസ എന്ന് തന്നെ ആക്കിക്കളാം, ഒരു സെറ്റ് കൂടി ചേർത്താൽ മതി, ഇസ. അപ്പോൾ ഒരു നല്ല പേരായി. ഇവർക്ക് രണ്ടക്ഷരമുള്ള പേരാ വേണ്ടത്. ദിയ, ദയ, രണ്ടക്ഷരമുള്ള പേരേ അല്ല. ഇസ്മ് രണ്ടക്ഷരം ഉള്ള പേരേ അല്ല. പിന്നെ അതെന്ത് വെച്ചാൽ എന്ത് ചെയ്യണം, അത് അതിൻ്റെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഭാഗത്ത്. പോട്ടെ, പേരിൻ്റെ ചർച്ച ചെയ്യും.
പറ്റൂല, അതുകൊണ്ടാണ്. പോട്ടെ, നോക്കാം. അപ്പോ അത് നമ്മൾ പിന്നെ ഖുർആൻ നോക്കുന്ന സമയത്ത് നമ്മൾ നഹവും കൂടിയും തുടങ്ങും കിതാബ്. അതുകൂടി തുടങ്ങിയാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് ഏതാണ് ഫീല്, ഇതേതാണ് ഇസ്മ്, ഇതേതാണ് ഹർഫ്. ഈ ഇസ്മിൽ ഫീലിൽ മാദിയാണോ മുലാരിയാണോ അമ്രാണോ നെഹിയാണോ ഇസ്മു ഫായിലാണോ ഇസ്മു മഫൂലാണോ ഇസ്മു തഫ്ദീലാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതുകൂടി പറയാം. യുഹദഫു കളയപ്പെടും, മിനൽ ഫിയലി ഫിയലിൽ നിന്നും, ഫിയലിൽ നിന്ന് അതായത് മുസ്തഖ്ബിലായ ഫിയലിൽ നിന്നും കളയപ്പെടും. മഅഹുമ സക്കീലയുടെയും ഖഫീഫയുടെയും നൂനിനോടുകൂടെ. സക്കീലാൻ്റെയും ഖഫീഫാൻ്റെയും നൂനുണ്ട്, ആ നൂനിനോട് കൂടെ ഫിയലിൽ നിന്ന് കളയപ്പെടും. അന്നൂനു, ഈ രണ്ട് ഫാൻ ഓഫ് ചെയ്ത അന്നൂനു ഫിൽ അംസിലത്തുൽ ഖംസ, അംസിലത്തുൽ ഖംസയിലെ നൂന്. 5 രൂപങ്ങൾ, 5 രൂപങ്ങളിൽ നൂന് വരുന്നത് കാണാം. അതേതൊക്കെയാ നോക്ക് നിങ്ങൾ. വഹിയ യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഈ നൂന് വരുന്നത് അംസിലത്തുൽ ഖംസ എന്ന് ഇനി പറയാം. 5 രൂപങ്ങൾ, 5 മോഡൽസ്. ഈ സംഗതികളിൽ ഉള്ള നൂനുണ്ടല്ലോ ഇത് കളയും. അപ്പോൾ ല യഫ് അലന്ന, ല യഫ് അലാന്നി, കണ്ടോ അവിടെ ഈ നൂന് കളഞ്ഞു. ല യഫ് അലുന്ന, അവിടെയും ഒരു നൂനുണ്ട്. യഫ് അലൂന എന്നുള്ള നൂനുണ്ടായിരുന്നു, ആ നൂനിനെ കളഞ്ഞു. മനസ്സിലായോ? ക്ലിയർ ആയോ? ഈ പറയപ്പെട്ട നൂനിനെ കളയും. ജമ്മു മാനസിന്റെ നൂനിനെ കളയില്ല, ജമ്മു മാനസിന്റെ നൂനിനെ കളയില്ല. അപ്പോൾ നമ്മൾ സർഫാക്കുമ്പോൾ നോക്ക് നിങ്ങൾ. യഫ് അലു അതിൽ നൂനില്ല, യഫ് അലാനി അതിൽ നൂനുണ്ട്, യഫ് അലൂന നൂനുണ്ട്, തഫ് അലു തഫ് അലാനി നൂനുണ്ട്, യഫ് അൽന അതിൽ നൂനുണ്ട്. പക്ഷെ ആ നൂന് കളയുന്നില്ല, അപ്പോൾ അപ്പുറത്ത് കൂട്ടും. തഫ് അലു ഇല്ല, നൂനില്ല. തഫ് അലാനി, തഫ് അലൂന, ആണോ, തഫ് അലീന. ഈ നൂനുകളൊക്കെ എന്ത് ചെയ്യും? അംസലത്തുൽ ഖംസയിലെ നൂന്, ഈ നൂനുകളെ കളയുന്നതാണ്. നമ്മൾ നസ്ബ് ചെയ്യുമ്പോഴും ജസ്മ ചെയ്യുമ്പോഴും ഇതിനെ കളയുന്നുണ്ടല്ലോ ഓൾറെഡി. നസ്ബ് ചെയ്യണ ലം യഫ് അൽ, ലം യഫ് അലാ, നൂന് പോയി. ലം യഫ് അലൂ, അവിടെയും നൂന് പോയി. ലം തഫ് അൽ, ലം തഫ് അലാ, നൂന് പോയി. ലം യഫ് അൽന, ആ നൂന് പോകുന്നില്ല. ലം വന്നപ്പോഴും നെന്ന് വന്നപ്പോഴും പോകുന്നില്ല. നസ്ബിൻ്റെ അവസരത്തിലും ജസ്മിൻ്റെ അവസരത്തിലും പോകുന്നില്ല. എന്നാൽ ഈ സമയങ്ങളിൽ ഈ തൗക്കീദിൻ്റെ 2 നൂനുകൾ വരുന്ന സമയത്ത്, തൗക്കീദിൻ്റെയും ഖഫീഫയുടെയും 2 നൂനുകൾ വരുന്ന സമയത്ത് അതിനോടൊപ്പം ഫീലിൽ നിന്ന് അംസലത്തുൽ ഖംസയുടെ നൂനിനെ കളയപ്പെടും. പിന്നെന്തും കളയും, ശ്രദ്ധിക്കണേ. വയുഹദഫു വാവു യഫ്അലൂന, യഫ്അലൂന എന്നുള്ളത്തെ വാവും കളയും. യഫ്അലൂന, യഫ്അലൂന, ലയഫ്അലന്ന, ലയഫ്അലാന്നി, ലയഫ്അലൂന്ന എന്നല്ല പറയണേ, ലയഫ്അലുന്ന. ആ വാവിനെയും കളഞ്ഞു, നൂനും പോയി വാവും പോയി. അതുപോലെ തഫ്അലൂന, തഫ്അലൂന എന്നുള്ളത്തെ വാവിനെയും കളയും, തഫ്അലൂന എന്നുള്ളത്തെ വാവിനെയും കളയും. അതുപോലെ വയാഉ തഫ്അലീന, തഫ്അലീന എന്നുള്ളത്തെ യാനെയും കളയും. ലതഫ്അലിന്ന എന്നാ പറയുക, ലതഫ്അലീന എന്നല്ല, ലതഫ്അലിന്ന എന്ന് പറയും. മനസ്സിലായോ? ആ നൂനെയും കളയും. നൂനിനെ കളയുമെന്ന് പറഞ്ഞു, പുറമെ ഈ 3 സ്ഥലങ്ങളിലെ വാവിനെയും കളയുന്നതാണ്. ഓക്കെ, എവിടെ മനസ്സിലായില്ലേ സുഹേൽ സാറേ? അതായത് അല്ല, റെക്കോർഡ് കേൾക്കണ്ട, ഇപ്പൊ തന്നെ മനസ്സിലായി. അതായത് റെക്കോർഡ് കേൾക്കണ്ടെന്നല്ല, നമ്മളിപ്പോൾ ഈ തൗക്കീദിൻ്റെ നൂനിനെ കുറിച്ചാണല്ലോ ചർച്ച. ഈ തൗക്കീദിൻ്റെ 2 നൂനുകൾ വരുമ്പോൾ ചേർന്ന് വരുന്ന സമയത്ത് വരുന്ന മുസ്തഖ്ബിലായ ഫീലിലേക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയണേ. അപ്പോൾ ആ 2 നൂനുകളും വരുന്ന സമയം
ഈ യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന ഈ 5 രൂപങ്ങളിൽ വരുന്ന നൂനിനെ കളയും. ആ നൂനിനെ കളയും. അതുപോലെ യഫ്അലൂന എന്നുള്ളതിലെ വാവിനെ കളയും. തഫ്അലൂന എന്നുള്ളതിലെയും വാവിനെ കളയും. തഫ്അലീന എന്നുള്ളതിലെ യാഇനെയും കളയും. ഇത് സർഫാക്കുന്ന സമയത്ത് നോക്ക്, ലയഫ്അലന്ന, ലയഫ്അലാന്നി, ലയഫ്അലുന്ന. അതിന്റെ മറ്റേ പദം എടുത്താൽ ശരിക്കും യഫ്അലൂന എന്നാ വരിക, യഫ്അലൂന. ആ യഫ്അലൂന എന്നുള്ളതിന്റെ നൂനിനെ കളഞ്ഞു, പുറമെ ആ വാവിനെയും കളഞ്ഞു. അപ്പോ ലയഫ്അലുന്ന, ലയഫ്അലുന്ന. മനസ്സിലായോ? ഫാറൂഖ് ഭായ് പറയാം. പറഞ്ഞോ, ഡൗട്ട് ഉണ്ടോ? വിഷയം ക്ലിയർ ആയി? ഈ നൂന് വരുമ്പോ ഇപ്പറഞ്ഞ നൂനുകൾ പോകും. ഈ 2 നൂനും ചേർന്ന് വരുമ്പോ സക്കീലാന്റെയും ഖഫീഫയുടെയും നൂന് വരുന്ന സമയത്ത് ആ ഫീലുകളിൽ നിന്ന് എന്തിനെ കളയും? യഫ്അലാനി എന്നുള്ളതിന്റെ നൂനിനെയും യഫ്അലൂന എന്നുള്ളതിന്റെ അതിന്റെ നൂനിനെ കളയും. പുറമെ യഫ്അലൂന എന്നുള്ളതിലെ വാവിനെയും തഫ്അലൂന എന്നുള്ളതിലെ വാവിനെയും തഫ്അലീന എന്നുള്ളതിലെ യാഇനെയും കളയും. അസീസ്ക എവിടെ? അസീസ്ക ഓക്കെ ആണോ? ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. മീസാനിൽ നമ്മൾ എന്തായിട്ടുണ്ടെന്ന് നോക്കിയിട്ട് 65 അല്ല, അപ്പോൾ 65, 65. मिसवाक वजू वजू बनाया, यल्ला। സ്ക്രീനിൽ കാണുന്നില്ലേ? ലയഫ്അലന്ന, സക്കീലായ നൂന് ചേർന്നു. ആ സക്കീലായ നൂന് ചേർന്ന് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ശരിക്കും യഫ്അലു എന്നല്ലേ ഉണ്ടാകുക. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അൽ. ഇവിടെ നോക്ക്, ഇതിലേ ഞാനിപ്പോ ഈ കൈസർ വെച്ചോടത്ത് യഫ്അലു എന്നുണ്ടാകുക, അതിൽ നൂന് ചേർന്നുണ്ട്, അപ്പൊ യഫ്അലന്ന എന്നായി. ഇവിടെ യഫ്അലാനി എന്നുണ്ടാകുക ശരിക്ക്, യഫ്അലാനി, യഫ്അലൂന. ഈ മൂന്നെണ്ണം നോക്കി നിങ്ങള്. ഈ സ്ഥലത്ത് നമ്മൾ ലയഫ്അലാനി എന്ന് പറയും. ഇവിടെ എന്താ കളഞ്ഞിക്കണേ? ഇവിടെ ഓൾറെഡി പഴയ സ്ഥലത്ത് ഒരു നൂനുണ്ടായിരുന്നു. ഏത്? യഫ്അലാനി എന്നുള്ളത്തെ നൂനുണ്ടാകും. ആ നൂനിനെ കളഞ്ഞു. ഈ നൂന് എന്താണ്? സക്കീലാന്റെ നൂനാണ്, മറ്റേ നൂനല്ല. അത് കളഞ്ഞു. ഇത് സക്കീലാന്റെ നൂനാണ്. ഈ ഇവിടെ നോക്കുന്ന നിങ്ങൾ ലയഫ്അലുന്ന എന്നാണ്. ഇവിടെ ശരിക്കും യഫ്അലൂന എന്നുണ്ടാവും, യഫ്അലൂന. അവിടെ വാവും ഉണ്ട്, നൂനും ഉണ്ട്. ആ നൂനിനെ ഓൾറെഡി കളഞ്ഞു. പിന്നെ അവിടെ വാവ് ഉണ്ടാവൂലേ? ലയഫ്അലൂന എന്നാണോ അവിടെ പറഞ്ഞത്? അല്ല, ലയഫ്അലുന്ന എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തും കളഞ്ഞു.
നൂന് മാത്രമല്ല കളഞ്ഞത്, വാവിനെയും കളഞ്ഞു. മനസ്സിലായോ? ഇനി ലതഫ്അലന്ന, ലതഫ്അലാന്നി, ലയഫ്അൽനാന്നി, ലതഫ്അലന്ന, ലതഫ്അലാന്നി, ലതഫ്അലുന്ന. കണ്ടോ, ഇവിടെയും വാവിനെ കളഞ്ഞു. തഫ്അലൂന എന്നവിടെ ഉണ്ടാകുക. ഈ സക്കീദിന്റെ സക്കീദായ നൂന് വരാത്ത, ചേർന്ന് വരാത്ത സമയത്ത് തഫ്അലൂന എന്നുണ്ടാകുക. അവിടുത്തെ എന്ത് ചെയ്തു? വാവിനെയും കളഞ്ഞു, നൂനിനെയും കളഞ്ഞു. ഇവിടെ നോക്ക് നിങ്ങൾ, ലതഫ്അലിന്ന, ഇവിടെ തഫ്അലീന എന്നുണ്ടാകുക. തഫ്അലീന, ആ നൂനിനെ ഓൾറെഡി കളഞ്ഞു, പുറമെ ആ യാഇനെയും കളഞ്ഞു എന്നപ്പോ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ഇതിവിടെ ഇങ്ങനെ സർഫാക്കി പഠിച്ചു, അതിന്റെ നിയമം അവിടെ പറഞ്ഞു. നിയമം തന്നെ തുടക്കത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ, മീസാൻ ഓതുമ്പോൾ തന്നെ നമ്മൾ ഈ നിയമം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് പറയാം. ആ, ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇത് നമ്മൾ ഇവിടെ പറയില്ല. മീസാൻ ഓതുന്ന സമയത്ത്, മീസാൻ ഓതുന്ന സമയത്ത് നമ്മൾ അത് പറയില്ല. അത് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? ആളുകൾക്ക് തുടങ്ങി പഠിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ഇനി നിയമങ്ങൾ പഠിക്കേണ്ട സമയമായപ്പോൾ നമ്മൾ സർഫാക്കിയിട്ട് കുറച്ച് നിയമങ്ങൾ പഠിക്കേണ്ട സമയമായപ്പോൾ ആ നിയമങ്ങൾ പറയുന്നിടത്ത് എന്താ പറഞ്ഞാൽ നൂനിനെ കളയും, പോരാത്തതിന് വാവിനെയും കളയും, യാഇനെയും കളയും. ഈ സ്ഥലങ്ങളിലൊഴികെ, അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഈ സ്ഥലങ്ങളിൽ എന്താവില്ല, വാവിനെ കളയില്ല. ഇനി പറയാൻ പോകുന്ന സ്ഥലങ്ങളിൽ വാവിനെ കളയില്ല. അതുപോലെ യാഇനെയും കളയില്ല. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വാവിനെയും കളയും, യാഇനെയും കളയും. ഒരു 5 മിനിറ്റ് ഖുർആൻ നോക്കിയാലോ? സമയമുണ്ടോ? കുറച്ച് വൈകിപ്പോയോ?